DCB മീഡിയയുടെ ഏറ്റവും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2 മാസത്തെ ഗഡുത്തുകയായ 3200 രൂപയുടെ വിതരണമാണ് ഉടനെ സംസ്ഥാന സർക്കാർ നടത്തുവാൻ പോകുന്നത്. തുക വിതരണം എങ്ങനെ, എപ്പോൾ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ചാക്കി 3200 രൂപ വീതമായിരിക്കും നൽകുക എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഏപ്രിൽ 26 തീയതി തന്നെ മുൻകൂറായി പ്രഖ്യാപിച്ചിരുന്നു. മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം 1 മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്തായിരിക്കും വിതരണമെന്നാണ് ധനമന്ത്രി അറിയിച്ചത്. 3 മാസത്തെ പെൻഷൻ ഗഡുത്തുകയാണ് ഗുണഭോക്താക്കൾക്ക് നിലവിൽ കുടിശ്ശിക ആയിരിക്കുന്നത്. ഇത് 3 ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതിന്റെ ആദ്യ പടിയായാണ് കുടിശ്ശികയിലെ ഒരു ഗഡുത്തുക സർക്കാർ ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിൽ 3200 രൂപ വീതം നൽകുന്നതിനായി 1800 കോടി രൂപയാണ് ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ മാസത്തിലെ അവസാന ആഴ്ചകളിലാണ്, അതും 25-ന് ശേഷമൊക്കെയുള്ള ദിവസങ്ങളിലാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകാറുള്ളത്. എന്നാൽ മെയ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം മെയ് പകുതിക്ക് ശേഷം ആരംഭിക്കുമെന്നും ധനമന്ത്രി തന്റെ പെൻഷൻ വിതരണ അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്നതിന്റെയും നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ കുടിശ്ശിക പെൻഷൻ പ്രഖ്യാപിക്കുന്നതിന് തടസ്സം നേരിടുമോ എന്നതും കണക്കിലെടുത്തായിരുന്നു ഏപ്രിൽ മാസം അവസാനം തന്നെ ധനമന്ത്രി മെയ് മാസത്തെ 2 ഗഡു പെൻഷൻ വിതരണ പ്രഖ്യാപനം നടത്തിയത്. പെൻഷൻ വിതരണ തുക സമാഹരണത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ 1000 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. മെയ് 20 ചൊവ്വാഴ്ച 1500 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ കടമെടുക്കും പോകുന്നു എന്ന സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ മെയ് 22 മുതലെങ്കിലും സംസ്ഥാനത്ത് 3200 രൂപയുടെ വിതരണം ആരംഭിക്കുന്നതാണ്. ഇത്തവണയും ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുന്ന 8.5 ലക്ഷത്തോളം പേർക്ക് ആ തുക കൂടി സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിക്കുന്നതാണ്. 1600 രൂപ ക്ഷേമ പെൻഷനിൽ 200, 300 അല്ലെങ്കിൽ 500 രൂപ എന്നിങ്ങനെയൊക്കെയാണ് ചിലർക്ക് കേന്ദ്രവിഹിതമുള്ളത്. 2 മാസത്തെ തുകയായതിനാൽ കേന്ദ്രവിഹിതമായി 400 രൂപ, 600 രൂപ അല്ലെങ്കിൽ 1000 രൂപ എന്നിവ പ്രത്യേകമായി നിങ്ങളുടെ ആധാറുമായി ബന്ധപ്പെടുത്തിയ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കേന്ദ്രവിഹിത തുക ഒട്ടേറെ മാസങ്ങളുടേത് ചിലർക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ലെന്ന് കമന്റ്സിലൂടെ അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിലെ ക്ഷേമകാര്യ വിഭാഗവുമായാണ് നിങ്ങളുടെ ആധാർ കോപ്പിയുമായി ഇത് ശരിയാക്കുന്നതിന് ബന്ധപ്പെടേണ്ടത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രവിഹിത തുക ലഭിക്കുന്നതിനായി DBT എനേബിൾഡ് ആണെന്ന് ഉറപ്പാക്കുകയും വേണം. കഴിഞ്ഞ 14 മാസമായി എല്ലാ മാസത്തിലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടർച്ചയായി നടക്കുന്നുണ്ട്. 5 മാസത്തെ കുടിശ്ശിക പെൻഷനിൽ 2 കുടിശ്ശിക തന്നു കഴിഞ്ഞു. 3ാമത്തേത് ഈ മെയ് മാസത്തിലും സർക്കാർ നൽകുകയാണ്. ബാക്കിയുള്ള 2 കുടിശ്ശികകൾ കൂടി ഈ വർഷം നൽകുമെന്നുള്ള സർക്കാർ വാഗ്ദാനം പാലിക്കുമെന്ന് വിശ്വസിക്കാം. മെയ് പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് ആരംഭിക്കുന്ന കൃത്യ തീയതി വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ എല്ലാ കേന്ദ്ര സംസ്ഥാന ക്ഷേമകാര്യ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.